ഗൈസ് ഞങ്ങൾ മൈമ് കഴിഞ്ഞു. ഇന്ന് സെക്കൻഡ് ഡേ ആണ്. നാടകവും കഴിഞ്ഞു ഇന്നലെ. നമുക്ക് പറയാൻ പറ്റൊന്നുമില്ല. എങ്ങനെയുണ്ടായിരുന്നു? ഇത് നമ്മളെ കൂടെ അമ്ന ഉണ്ട്. അമ്നോട് ചോദിക്കാം, നമ്മുടെ നാടകവും മൈമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നാടകം ഒരു രക്ഷയില്ല, മൈമ് അടിപൊളിയായിരുന്നു. ഇതാണ് അവസ്ഥ. അതല്ല, ബാക്കി പറയട്ടെ. ഇന്റർസോണിൽ ഞങ്ങൾ ഫസ്റ്റ് ഇട്ട് ഗൈസ്. അല്ല, ഇന്റർസോണില് നമ്മളൊരു രക്ഷയില്ല, നമ്മള് പൊളിയാ. ഓഫ് സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇന്നാണ് ഒപ്പന, കോൽക്കളി, വട്ടപ്പാട്ടൊക്കെ വരുന്നത്. ഒപ്പന, വട്ടപ്പാട്ട്, പിന്നെ കോൽക്കളി, ദഫ്, അറബന, മാപ്പിളപ്പാട്ട് എല്ലാം ഇന്നാണ്. പിന്നെ ഇന്നലെ രാത്രി 2:30 വരെ ഞങ്ങൾ സ്റ്റേജ് മേലെ. നാടകം ഞങ്ങളത് 2:30 ഞങ്ങൾ കടന്നുറങ്ങിയത് ഇന്നലെ 5 മണി കഴിഞ്ഞു. ഇന്ന് എണീക്കുന്ന ഉച്ച 12 മണിക്ക്. ഇപ്പൊ തന്നെ 2:30. ഇന്ന് ഇപ്പൊ ഞങ്ങൾ കോളേജിൽ പോയി. എന്താ അറിയൂല, നമ്മള് അറിയൂല, പോയോക്കട്ടെ. ഇനി ബാക്കിയുള്ള വിശേഷം നമ്മള് പിന്നെ കോളേജിൽ നിന്ന് കാണുമ്പോ എല്ലാരും ഉച്ചഭക്ഷണം കഴിക്കാണ്ടി പോവാ. പക്ഷെ ഞങ്ങള് രാവിലത്തെ ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഹായ് ഗൈസ്, ഞങ്ങള് കോളേജിൽ എങ്ങനെ ഇത് വന്നേ? വെള്ള സാന ഞാൻ കണ്ടിട്ടില്ല. അല്ല, വേറെ കോളേജ് വരുമ്പോ മാത്രം ഇടുന്നാന്ന് തോന്നുന്നു. ചിത്രമൊക്കെ മാറ്റിയല്ലോ. എന്റെ ചിത്രം അത് അവിടെ തന്നെ ഗൈസ്. അത് ഞാൻ വരച്ച ചിത്രം കേട്ടോ. ബാക്കി കോളേജുള്ളവരൊക്കെ വന്ന്. പക്ഷെ രാത്രിയോടെ നല്ല തിരക്കായിക്കോ. സർവത്തുണ്ടല്ലേ. എന്ത് ഒച്ചപ്പാടാണ് ഇതൊക്കെ തോന്നുന്നു. ഇവിടെ നിറച്ചും ആൾക്കാരാണ്. ഒപ്പനയുണ്ട് കേട്ടോ. ഇനി നമ്മുടെ എല്ലാ ഞങ്ങള് കോളേജിൽ എത്തിയിട്ടുണ്ട്. ഇനിയാണ് ഇവിടെ ഓണാവാൻ പോകുന്നത്. ഇപ്പൊ നമ്മുടെ മുന്നില് സനിഷയുണ്ട്. സനിഷ, ഇതാണ് നമ്മളെ കുട്ടിയാന. കുട്ടിയാന നല്ല ക്യൂട്ടായിരുന്നു എന്ന് എല്ലാരും പറയുന്നുണ്ട്. ഞങ്ങൾ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും. എന്താ ഓവറാക്കി ഡ്രസ്സൊക്കെ ഇട്ടിട്ടേ? ഓവറാക്കി തന്നെ. ഇതാണ് പുതിയ ഹിബ. ഞങ്ങള് മെയിൻ സ്റ്റേജിലാണ്. ഇവിടെ തിരുവാതിര നടന്നു. തിരുവാതിരക്കളി പുരോഗമിക്കുന്നു. അങ്ങനെ തിരുവാതിരക്കളി അവിടെ നടന്നു കൊടുക്കാണ്. ഞങ്ങൾ ഇനി പോണത് മാപ്പിളപ്പാട്ട് വേദി 1 മാപ്പിളപ്പാട്ടിൽ. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങളൊന്ന് റൂമിൽ പോയി കിടന്നുറങ്ങി വന്നപ്പോ രാത്രിയായി. ഇനിയാണ് ഒപ്പന, വട്ടപ്പാട്ടൊക്കെ ഇവിടെ അരങ്ങേറാൻ പോണേ. ഇപ്പൊ അവിടെ നിറച്ചും ആൾക്കാരിന്ന് തിരക്ക് കൂടിയുണ്ട്. എന്റെ കൂടെ ഉള്ളത് ജനില ആൻഡ് ചഞ്ചന. ഇവിടെ ആൾക്കാർ കൂടെ വൈബായിരിക്കും. എന്നാ ലാസ്റ്റ് ഡേ ആൻഡ് ലാസ്റ്റ് നൈറ്റ് ഗൈസ്, വി വിൽ മിസ് ദിസ്. ഐസ് ഓവറാക്കണ്ട്. ഒരു നൈറ്റ് വ്യൂ നല്ല രസം കണ്ടില്ലേ? ഏതാ വൈബ്. ലാസ്റ്റ് ഡേ ആണ്. ഞാൻ പറഞ്ഞു ഒന്നും പറയാനില്ല. ഒപ്പനാണാൻ പോവാം ഗായ്സ്. ഇന്നല്ല രസം നടച്ച ആൾക്കാരുണ്ട്. ഞങ്ങളാണ് ഇവിടുത്തെ മെയിൻ. അത് ഞാൻ പറഞ്ഞാലേ വേണ്ട, വേണ്ട. ഒപ്പനാണ്. എന്നാ ഞാനാ മെയിൻ. ഞാനും ഇതാ ഇത് വേറെ വഴിയ. ഇത് കോളേജിൽ 100,000 വഴികളുണ്ട്. ഞങ്ങൾക്കേ അറിയുള്ളൂ ഇതൊക്കെ. വട്ടപ്പാട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കാണ്. ഇഞ്ച മക്കളോ, ഇതുവരെ കാണാത്ത തിരക്കൊക്കെ അവിടെ. ആരംഭരാഗമോ
ഒപ്പന മത്സരത്തിന് പ്രതികരണങ്ങൾ പരിചയപ്പെടുന്നു. റഫീഖ് മഞ്ചേരി, മാപ്പിള കലാകാരൻ, ഗവേഷകൻ, പ്രഗത്ഭരായ ഒപ്പന തുടങ്ങാൻ പോവാണ്. ഇവിടെ ഒഴിഞ്ഞു നിൽക്കുന്ന സദസ് മുഴുവൻ ഇപ്പൊ നിറയും. ഹാഷിമി വംശമിലായി ഖദീജ പുരുഷ നിറഞ്ഞു വന്നതും ആശകൾ പൊതിഞ്ഞു ബീവി പൊലിമയേറ്റി വന്നതും ഷാമില രാഹിബയെന്നു കണ്ടു പെണ്ണിടെ ഷൊക്കിലെ ദൂതരെന്ന് മക്കളൊക്കെ വാണിടെ അക്കുളിയാമാരനെ തറവാട്ടിൽ പങ്കേശപ്പൂമുത്തിൽ പത്തിനിമാരും എത്തിരി മുത്തലയുത്തമിയോരും മുത്തിരെ ബന്ധാരോ ചിത്തിരമുത്ത് നമ്മളെ മൊയ്തീൻ ഉണ്ട് ഇവിടെ. മൊയ്തീൻ കാ, നമ്മളെ സ്വന്തം മൊയ്തീൻ. നോക്കി നമ്മളെ മൊയ്തീൻ. നമ്മളെ സീൻ ഒപ്പന വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം ഒപ്പന. Stage number P7 on the stage. ജഡ്ജസിനെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആവേശോജ്വലമായ കാത്തിരിപ്പാണ് ഗായ്സ്. ഇപ്പോൾ ഈ വേദിയിൽ അവസാനിച്ച ഒപ്പന മത്സരത്തിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. 8 ടീമുകളാണ് ഈ മത്സരത്തിൽ മാറ്റിവെച്ചത്. 1-ാം സ്ഥാനത്ത് കോഡ് നമ്പർ B6, 1-ാം സ്ഥാനത്ത് കോഡ് നമ്പർ B7.